ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സിമ്പിളായിട്ട് റിഫ്രഷിങ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺസ് ബിരിയാണി റെസിപ്പിയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ സ്കിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 കപ്പോളം ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. പിന്നെ ഞാനിവിടെ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായ പാനിലേക്ക് ഓണിയനൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ക്ലീനാക്കി വെച്ച പ്രോൺസിലേക്ക് ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ട് മഞ്ഞളും കുറച്ച് മുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ടാണ് ഒന്നിത് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഷ്രിംസൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ഇവിടെ ഓണിയൻ നല്ല പാകത്തിന് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചറും പിന്നെ കുറച്ച് ഗാർലിക്കും പിന്നെ ചില്ലിയും കൂടി ഒന്ന് ചതച്ചിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് പോലെ ഉപയോഗിക്കാം. നമുക്ക് പ്രോൺസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ഒന്ന് ഹാർഡായിട്ട് ഫ്രൈ ആക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് മസാലയിലേക്ക് ഇറങ്ങി വരേണ്ടതാണ്. പ്രോൺസിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നാൽ പ്രോൺസിൻ്റെ ഈ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ ഗാർലിക്കും ജിഞ്ചറൊക്കെ ഒന്ന് ഫ്രൈ ആയി നല്ല സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ടൊമാറ്റോ കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് കുക്കാവുന്ന സമയത്ത് നമുക്കൊന്ന് റൈസിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ പാന് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുത്തു. ഓക്കെ, ഈ ഗീയിലേക്ക് നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ല പതക്കുന്ന വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്തു, റൈസും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് ഒന്ന് അടിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തായി നോക്കാം. മസാല ഒക്കെ ഏകദേശം നന്നായിട്ട് പരിവായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പ്രോൺസും കൂടി നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് അധികം അങ്ങ് ഹാർഡാവാതെ നല്ല കറക്റ്റായിട്ടുള്ള ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാം. കാരണം എനിക്ക് വളരെ എന്താ പറയുക റിഫ്രഷിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് അടിച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. നമ്മൾ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മല്ലിയും പുതിനയും കൂടി ഇട്ട് ഒന്ന് ഞാൻ ഫ്രൈ ആക്കി എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുവൊന്നും ഇല്ലാതെ വേണം ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യാനായിട്ട്. ഇതിനെ കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നല്ല ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയുടെ മേലെ ഞാൻ പിന്നെ ഓറഞ്ചിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് റൈസൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. സാധാരണ നമ്മൾ എങ്ങനെയാണോ ദമ്മ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓണിയനൊക്കെ ഫ്രൈ ആക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ കാണിക്കാതിരുന്നത് കുറേ വലിച്ച് നീട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. റൈസൊക്കെ ഒന്ന് ഫില്ലാക്കി അവസാനം വീണ്ടും നമുക്ക് അതിൻ്റെ മേലെ ബാക്കിയുള്ള ഓറഞ്ചിൻ്റെ ബാലൻസും കൂടി അതിൻ്റെ സ്കിന്നും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് കുറച്ച് നേരം വെക്കാം. നല്ല ദമ്മായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കണ്ടില്ല, നല്ല പുകയൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായി നല്ലൊരു അറോമ സ്മെല്ലൊക്കെയാണ് എന്താ പറയുക. അതിൻ്റെ ഓറഞ്ചിൻ്റെതും പിന്നെ അതിൻ്റെ സ്കിന്നിൻ്റെതും ഓറഞ്ച് ജ്യൂസിൻ്റെതും പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെതും പ്രോൺസിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ രുചികൾ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ബിരിയാണി തന്നെ ആകുമ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടം കൂടും അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഓറഞ്ചിൻ്റെ തൊലി ആയതുകൊണ്ട് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഈ ഓറഞ്ചിൻ്റെ തൊലി അടക്കം വേണം നമ്മൾ റൈസിലേക്ക് ആഡ് ചെയ്ത് കഴിക്കാനായിട്ട്. കണ്ടില്ലേ ഇതേപോലെ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ സോ ഹോപ്പ് യു എൻജോയ് മൈ വീഡിയോ. താങ്ക് യു. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.